പാലക്കാട് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൽ യുവാവ് അകപ്പെട്ടു. വെള്ളച്ചാട്ടം കാണാനെത്തിയ യുവാവാണ് വെള്ളച്ചാട്ടത്തിന് നടുവിലുള്ള പാറക്കെട്ടിൽ കുടുങ്ങിയത്. യുവാവിനായുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, സംസ്ഥാനമൊട്ടാകെ മഴ കനക്കുന്ന സാഹചര്യത്തിൽ, പാലക്കാട് അടക്കം മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇപ്പോഴും ജനങ്ങളെ കടത്തിവിടുന്നുണ്ടോ? അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ലംഘിച്ചാണോ അദ്ദേഹം വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയത്? മഴ കനത്തതോടുകൂടെ ധാരാളം വെള്ളച്ചാട്ടങ്ങളും മറ്റുമൊക്കെയാണ് പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, മലയോര മേഖലകളിലൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് കാണുന്നതിന് വേണ്ടി ആളുകൾ വിവിധ നാടുകളിൽ നിന്ന് ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നുണ്ട്. അത്തരത്തിലാണ് ഈ ഒരു യുവാവ് പാലക്കാട് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിന് ആ ഭാഗത്തേക്ക് പോയത്. തുടർന്ന് ഈ വെള്ളച്ചാട്ടം കാണുന്നതിനിടയ്ക്ക് വെള്ളച്ചാട്ടത്തിന് നടുവിൽ ഭാഗത്തായിട്ട് ഒരു പാറക്കെട്ടുണ്ട്. ആ പാറക്കെട്ടിന്റെ ഭാഗത്തേക്ക് പോയതായിരുന്നു. ആ സമയത്താണ് കൂടുതൽ വെള്ളം കുത്തിയൊലിച്ച് വരുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഇതോടുകൂടെ ഈ യുവാവ് വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു മധ്യഭാഗത്ത് അകപ്പെടുകയായിരുന്നു. ഇപ്പോൾ ഏതായാലും ഫയർഫോഴ്സിന്റെയും മറ്റും നേതൃത്വത്തിൽ യുവാവിനെ കരക്കെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് സേനാ അംഗങ്ങൾ വടം കെട്ടിയും മറ്റുമൊക്കെ ഈ പാറക്കെട്ടിന്റെ ഭാഗത്തേക്ക് കടന്നു ചെന്ന് യുവാവിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിലാണ്. കുത്തിയൊലിച്ചാണ് ഈ വെള്ളം വരുന്നത്. നല്ല ഫോഴ്സിൽ വരുന്നത് കൊണ്ട് തന്നെ കരയ്ക്ക് യുവാവിനെ എത്തിക്കുക എന്നുള്ളത് വലിയ സാഹസികമായ കാര്യമാണ്. അത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ യുവാവിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആ ശ്രമങ്ങൾ ഇപ്പോൾ ഏതായാലും സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടെ ചിറ്റൂർ പുഴയിലും സമാന രീതിയിൽ കുളിക്കാൻ ഇറങ്ങിയ ആളുകൾ പുഴയുടെ മധ്യഭാഗത്ത് കുടുങ്ങിയിരുന്നു. ഇതേപോലെ ഈ പുഴയുടെ മധ്യഭാഗത്തായി ഉണ്ടായിരുന്ന പാറക്കെട്ടിന്റെ മുകളിലായിരുന്നു ഒരു 4 പേർ കുടുങ്ങിയത്. ഒരു സ്ത്രീയും 3 പുരുഷന്മാരുമായിരുന്നു കുടുങ്ങിയത്. ഫയർഫോഴ്സ് ഏകദേശം ഒരു അരമണിക്കൂറിലേറെ നീണ്ട ഒരു ദൗത്യത്തിനൊടുവിൽ, രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഈ 4 പേരെയും ചിറ്റൂർ പുഴയിൽ കരക്കെത്തിച്ചത്. അതായത് ഈ വെള്ളച്ചാട്ടങ്ങൾ കാണുന്നതിനും മറ്റുമൊക്കെയായി ധാരാളം ആളുകൾ ഇങ്ങനെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലേക്ക് ഇന്ന് മുതൽ യാത്രാ നിരോധനം ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അട്ടപ്പാടി, പറമ്പിക്കുളം, നെല്ലിയാമ്പതി പ്രദേശങ്ങളിലേക്ക് ഇന്ന് മുതൽ ജൂലൈ 21 വരെ വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെ യാത്രാ നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാത്രമല്ല, വെള്ളച്ചാട്ടങ്ങൾ സന്ദർശിക്കുന്നതിനും നിയന്ത്രണം ഏതായാലും ഈ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരി, എത്രയും പെട്ടെന്ന് യുവാവിനെ കരക്കെത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. അരുൺ ആലത്തൂരാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.